നിങ്ങൾ പുത്തനാശയത്തെ സൂക്ഷിക്കണമെന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഹാബാക്കൾക്ക് ഒരു സുബ്ഹി നമസ്കാരത്തിന് ശേഷം നസീഹത്ത് കൊടുത്തു. അബൂ നജീഹ് അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു ആ നസീഹത്തിനെ സംബന്ധിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാരസമ്പൂർണമായ ഒരു ഉപദേശം നൽകി. വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ആ സാരസമ്പൂർണമായ ഉപദേശം കേട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം പിടഞ്ഞുപോയി, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അങ്ങനെയുള്ളൊരു നസീഹത്തായിരുന്നു അത്. ആ നസീഹത്ത് കേട്ടിട്ട് കൂട്ടത്തിലുള്ള ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ ഫഔസിനാ. ഓ പ്രവാചകരെ, അങ്ങയുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് വസിയത്ത് തരണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് 3 വസിയത്തുകൾ നൽകി. ആ വസിയത്തിന് പറയുന്ന പേരാണ് ഉസൂലു സലഫിയ്യ. സലഫിയത്തിന്റെ 3 അസ്ലുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം സഹാബാക്കളെ ദഅവത്ത് ചെയ്ത 3 കാര്യങ്ങൾ, സഹാബാക്കളെ പഠിപ്പിച്ച 3 കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 കാര്യങ്ങളിലേക്കാണ് ദഅവത്ത് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഊസിക്കും ബി തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. തഖ്വ എന്താണ്? തൗഹീദാണ്. അപ്പോൾ ഒന്നാമത്തെ റസൂലുള്ളാഹിന്റെ ദഅവത്ത് എന്താണ്? തൗഹീദിലേക്കായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഷിർക്ക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തു, ഷിർക്കിനെതിരെ ദഅവത്ത് ചെയ്തു. രണ്ടാമത്തേത് വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ. ഒരു നീഗ്രോ വംശജനാണ് നിങ്ങളുടെ അമീറെങ്കിലും നിങ്ങൾ ആ അമീറിനെ, ആ ഭരണാധികാരിയെ കേൾക്കണം, അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ദഅവത്ത് ചെയ്തത് ഐക്യത്തിലേക്കാണ്. ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഐക്യത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടണം, ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യഈശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും, വ്യത്യസ്ത അഭിപ്രായ ഭിന്നതകൾ കാണും. വിശ്വാസകാര്യങ്ങളിൽ കാണും, കർമ്മകാര്യങ്ങളിൽ കാണും, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾ കാണും, പുതിയ പുതിയ ആശയങ്ങൾ രംഗത്ത് വരും. അപ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി അല്ലു അലൈഹാ ബിന്നവാജിദ് വതമസ്സകൂ ബിഹാ. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, സച്ചരിതരായ എൻ്റെ ഖുലഫാഉ റാഷിദുകളായ സഹാബാക്കളുടെ ചര്യ മുറുകെ പിടിക്കണം, നിങ്ങൾ അണപ്പല്ല് കൊണ്ടത് കടിച്ചു പിടിക്കണം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ലലാല വകുല്ല ലലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ലലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ദഅവത്ത് ചെയ്തത് സുന്നത്തിലേക്കും ബിദ്അത്തിനെതിരെയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ഈ 3 കാര്യങ്ങളിലേക്കാണ്. തൗഹീദിലേക്ക് ഷിർക്കിനെതിരെ, സുന്നത്തിലേക്ക് ബിദ്അത്തിനെതിരെ, ഐക്യത്തിന് വേണ്ടിയും. മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാ ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യങ്ങളും ബിദ്അത്താണത്, ലലാലത്താണത്, നരകത്തിലാണ്, നരകത്തിലേക്കുള്ള വഴിയാണത്.